ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് നിപ്പിൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഒട്ടും കംഫർട്ട് അല്ലാത്തൊരു തോന്നലുണ്ടാവും. അപ്പോൾ ആ ഒരു തോന്നൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് ചില ബോഡി സ്യൂട്ട് അതുപോലെ തന്നെ ടീഷർട്ട്, ഇപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടീഷർട്ടൊക്കെയാണ്, ക്രോപ്പ് ടോപ്പൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രാ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിപ്പിൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗേൾസിൻ്റെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു 5 പ്രൊഡക്ട്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ ഇട്ട് പോകാം. അപ്പം ഞാൻ ഓരോ പ്രൊഡക്ട്സായിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ താഴെ എഴുതി കാണിച്ചേക്കാം കേട്ടോ, ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഫേസ് ഐസ് റോളറാണ്. കണ്ടോ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐസ് റോളർ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഫേസൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോയി വരികയാണെന്നുണ്ടെങ്കിൽ സൺ ടാനൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും DIYs ഒക്കെ ചെയ്ത് ഐസാക്കിയിട്ട് അത് നമ്മുടെ ഫേസിൽ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ കണ്ടോ, നല്ലൊരു സിലിക്കണാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതിനകത്താണ് നമ്മൾ ഇതിൽ കൂടിയാണ് സംഭവം നിറക്കേണ്ടത് കേട്ടോ. നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് ഐസാക്കിയിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് മസാജ് ചെയ്യാം. നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാജ് റോളർ ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്. നല്ലൊരു ലാവണ്ടറും അതുപോലെ തന്നെ ഒരു ലൈറ്റ് എന്താ പറയുക, ലൈറ്റ് ലാവണ്ടർ, ഭയങ്കര ലൈറ്റാണിത്. ഇത് കുറച്ച് ഡാർക്ക് ആ ഒരു കളറാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും യൂസ് ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഒരു സീസണിൽ നമുക്കിത് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷൂ വൈപ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇത് ഷൂ ഷൈൻ വൈപ്സ് ആണ്. ഇതിനകത്ത് 80 വൈപ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇത് ഞാൻ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കൊച്ചിൻ്റെ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ നമുക്ക് ഷൂ ഇപ്പോൾ ഡെയിലി ഇടുമ്പോൾ അതിനകത്ത് നിറച്ച് പൊടിയൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഷൂ നമ്മൾ പോളിഷ് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഇതൊന്ന് വെച്ച് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത് കേട്ടോ. ഇത് മേടിച്ച തല തിരിച്ചാൽ പിടിച്ചതെന്ന് വിചാരിച്ചത്, അത് നോക്കിയത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. ഇത് നല്ല അടിപൊളി പാക്കേജിങ് ആണ് കേട്ടോ. കണ്ടോ, ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. നല്ലൊരു ലെമണിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഷൂ മാത്രമല്ല, നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫുഡ് വെയർസിലൊക്കെ എന്തെങ്കിലും ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വൈപ്പ് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോൾ കഴുകാൻ പറ്റാത്ത ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ ഒന്ന് പോയി വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് മേടിച്ചത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ വരുന്നത്. തേർഡ് വൺ വരുന്നത് മസ്റ്റായിട്ടും വേണ്ട ഈ ഒരു സിറോണയുടെ നോസ് സ്ട്രിപ്പാണ്. ഇത് ബാംബു ചാർക്കോൾ നോസ് സ്ട്രിപ്പാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ നോസിലൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രിപ്പാണിത്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ പെയിൻലെസ് ആണ്. ഇൻസ്റ്റൻറ്റ് റിമൂവൽ ഓഫ് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ്, ഡേർട്ട് ആൻഡ് ഓയിൽ അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഈ ഒരു പാക്കറ്റിൽ 4 എണ്ണമാണ് ഉള്ളത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പോലും ഇല്ല. അതെ, ഇങ്ങനെ ഒരു 4 എണ്ണമാണ് ഇതിനകത്തുള്ളത്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം നമുക്കിന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ സിറോണയുടെ എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ ഒരു പേഴ്സണൽ ഹൈജീനിൽ വരുന്ന പ്രൊഡക്ട്സാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടോയ്ലറ്റ് സ്പ്രേ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റിലൊക്കെ കയറുമ്പോൾ ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ അവിടെ ഇരിക്കാനായാലൊക്കെ ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോയ്ലറ്റ് സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു തവണ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീറോണയുടെ മെൻസ്ട്രൽ കപ്പ്, അത് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സീറോണ എന്ന് പറയുന്നത് നല്ല അടിപൊളി ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് വാഷ് യുവർ ഫേസ് വിത്ത് സീറോണ എക്സ്ഫോലിയേറ്റിംഗ് ഫേസ് വാഷ്. അപ്പോൾ ഫേസ് വാഷ് എൻ്റെ കയ്യിലില്ല, എന്നിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഇതിന് ശേഷം ഇവരുടെ സീറോണയുടെ പോസ്റ്റ് വാക്സ് ആൻഡ് ഷേവ് ജെല്ല് യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരെ സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇത് നമ്മുടെ നോസ് വെറ്റായിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. വെറ്റായിട്ടുള്ള നോസിലാണിത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിനി നമുക്ക് 10-15 മിനിറ്റ് 10 മുതൽ 15 മിനിറ്റ് നമ്മുടെ നോസിൽ വെച്ചിട്ട് നമുക്ക് പീൽ ചെയ്തിട്ട് കളയാം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട്. അപ്പോൾ എനിക്കിതൊട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിത് ഊരി നോക്കാൻ പോവാണ്. എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നോക്കാം. നല്ല പേരുണ്ട്. കണ്ണിന്ന് പൊന്നീച്ച മാറുണ്ട്. എൻ്റെ അമ്മ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. വിചാരിച്ച പോലെ അല്ല കേട്ടോ, അടിപൊളി സാധനമാണ്. ഓ എൻ്റെ അമ്മേ, അമ്മേ അയ്യോ, അയ്യോ, ഒന്നും പറയാനില്ല, എൻ്റെ ജീവൻ പോയില്ല. നോക്കൂ, അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ഈ ഒരു സാധനം മതി നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഫുൾ പോണ്ട് കേട്ടോ. അതെ, എൻ്റെ ഇവിടെയൊക്കെ ഞാൻ കുറേ നാളായത് റിമൂവ് ചെയ്തിട്ട്, കാരണം എനിക്ക് മടിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതെ, ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം അത് പോയിട്ടുണ്ടെന്ന്. ഇത്ര കാണാൻ പറ്റണ്ടോന്ന് എനിക്കറിയില്ല. അതെ, നോക്കി കേട്ടോ. കാണുമ്പോൾ വളരെ നിസ്സാരനാണെങ്കിലും പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് അത് അടിപൊളിയാണ്. അത് പറയാൻ പറ്റില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. എനിക്കിത് മൂക്കിലിട്ട് ഇങ്ങനെ മൂക്കിൽ എന്താ ഇഴയുന്ന പോലെ തോന്നും.
അതാ ഒലിച്ചെടുത്തതിൻ്റെ ആ ഒരു ഫീലിംഗ് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റായി ഇതൊക്കെ പോയിട്ട് ഫുള്ളായിട്ട് ഒട്ടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ജെല്ലിട്ടിട്ട് മസാജ് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇതാ ഒരു കറുത്ത ചാർക്കോളിൻ്റെ കറുത്ത കുത്തൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുത്ത് മീൻസ് അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. കണ്ടോ നല്ലോണം പോയിട്ടുണ്ട്. അതെ ഈ ഒരു സ്ട്രിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ തന്നെ പറ്റും. കണ്ടോ ഈ കാണുന്നതെല്ലാം എൻ്റെ മൂക്കിൻ്റെ വൈറ്റ് ഹെഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അടിപൊളി മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമുക്കിനി വേണ്ട, കണ്ണിന് പൊന്നീച്ച് മാറിപ്പോയി. ഇത് ഒരു കാര്യം മാത്രമേ എനിക്ക് ഇതിനകത്ത് പറഞ്ഞത് ഫേക്കായിട്ട് തോന്നിയത് പെയിൻലെസ് ആണത്. കാരണം ഇത് അയ്യോ ഭയങ്കര പെയിനാണ്. ഭയങ്കര പെയിൻ മീൻസ് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം മാറ്റുന്നത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത് പെയിൻലെസ് അല്ല, എനിക്ക് നല്ല പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം ഈ ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയത് ശരിക്കും അതിൽ കാണാൻ പറ്റുന്നുണ്ട്. വൈറ്റ് ഹെഡ്സ് ഒക്കെ കളയാനായിട്ട് മടിയുള്ളവരാണ്. ഇപ്പോൾ മറ്റേ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, പേസ്റ്റ് ടൈപ്പ്, അതൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അത്ര ടൈം കളയണ്ട, നമുക്കത് തേച്ചൊക്കെ പിടിപ്പിച്ച് സമയം കളയണ്ട. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഉരിച്ചളയാം. ഞാനിത് 10 മിനിറ്റ് പോലും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട്, കാരണം ഞാൻ പെട്ടെന്ന് എടുക്കുന്നതാണ്, ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കത് വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തത്. പക്ഷെ അത് അടിപൊളി റിസൾട്ട് ആയിരുന്നു, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതും എല്ലാവരുടെ കയ്യിലും മസ്റ്റായിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രീമിയം ബോഡി ക്ലോത്തിങ് ടേപ്പ് കേട്ടോ. അപ്പോൾ ഇതാണ് മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം എന്ത് ഡ്രസ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഫ്രണ്ടിൽ ചിലപ്പോൾ അതിങ്ങനെ മലന്ന് കിടക്കണ്ടാവും, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ഈ ബ്രാൻഡ് സ്ട്രാപ്പൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ടേപ്പ് അവിടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ടിരുന്നോളും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ജസ്റ്റ് ഉലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എവിടെയാണോ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ കാണിച്ചു തരാം. ഇത് ഇവിടെയല്ലേ ഒട്ടിക്കേണ്ടത്. ഇത് ഞാനിവിടെ ഇത് ശരിക്കും കാണാത്ത രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഒട്ടിച്ചിട്ട് ഇത് നമുക്ക് ഉലിച്ചെടുക്കാം. ഇത് ഉലിച്ചെടുക്കാം, കണ്ടോ അതവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തതും കൂടി നമുക്കതുപോലെ ഉലിച്ച് കൊടുക്കാം. കണ്ടോ പിന്നെ ഇത് കണ്ടോ ഇങ്ങോട്ട് നീങ്ങില്ല. അപ്പോൾ സാരിയൊക്കെ വേണം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാരിയുടെ സൈഡിൽ വയറൊക്കെ കാണാതിരിക്കാനും, അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ ഇറങ്ങിക്കിടക്കാതൊക്കെ ഇരിക്കാനൊക്കെ നമുക്ക് ഈ സംഭവം വെച്ചിട്ട് ഒട്ടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിലിരിക്കും. അതുപോലെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ പ്ലീറ്റ്സ് ഒക്കെ നല്ല വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗേൾസിൻ്റെ ആയാലും മസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നിപ്പിൾ പാസ്റ്റീസ് ആണ്. ഇത് ബോഡി ബാൻഡിൻ്റെ കവറപ്പ് നിപ്പിൾ പാസ്റ്റീസ് ആണ്. ചില ഡ്രസ്സ് ഇടുമ്പോൾ നിപ്പിൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നിപ്പിൾ പാസ്റ്റീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബോഡി ബാൻഡിൻ്റെ ആണ് കേട്ടോ ബ്രാൻഡ് വരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇത് നമുക്കിങ്ങനെ
ഇതിങ്ങനെ ജസ്റ്റ് ഉലിച്ച് കഴിഞ്ഞിട്ട് കണ്ടോ, ഇത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം, നിപ്പിളിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കവർ ഉണ്ടല്ലോ, ഇത് കളയാതെ സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ വീണ്ടും അത് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെയാണ് ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് നല്ല സോഫ്റ്റാണ്, ഒട്ടും ഹാർഡല്ല. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തിറങ്ങുക. അപ്പോൾ ആ ഒരു ഡ്രസ്സ് നല്ല ബോഡി ഷേപ്പിലിരിക്കുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത് നിപ്പിളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് കാണുമ്പോഴായാലും നമുക്കായാലും ഒരു കംഫർട്ട് അല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും നമുക്ക്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാവരുടെ കയ്യിലും ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ടീഷർട്ട് ബ്രാ ഇട്ടാലും ചില ബ്രായ്ക്ക് അത് നിപ്പിൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതും നമുക്കില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എടുക്കുമ്പോൾ നമ്മളത് എല്ലാവരും അത് ഇട്ട് നോക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയിട്ടാണ് എടുക്കണമെങ്കിൽ ഞാൻ ഒട്ടും ഇട്ട് നോക്കാറില്ല. അപ്പോൾ ഇട്ട് നോക്കാത്തൊരു ഡ്രസ്സ് നമ്മൾ പിന്നീട് ആ ഫംഗ്ഷന് പോകുമ്പോൾ ഇടുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പിന്നെ ആ സമയത്ത് നമുക്ക് ഡ്രസ്സ് മാറ്റാനോ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിത് മസ്റ്റ് ഹാവ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.